ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടിയിൽ കടമുറി ഒഴിപ്പിക്കൽ തർക്കത്തിനിടെ കടയുടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ വാടകക്കാരനായ വ്യാപാരിയെ അറസ്റ്റ് ചെയ്തു. മേലൂർ കൂരൻ വീട്ടിൽ വർഗീസിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ. വെള്ളാഞ്ചിറ സ്വദേശി ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 100% ജലസാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ കടമുറി ഒഴിപ്പിക്കൽ സംബന്ധിച്ച തർക്കത്തിനിടെ കടയുടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ വാടകക്കാരനും റോസ് ഒപ്റ്റിക്കൽസ് കണ്ണട വ്യാപാരിയുമായ മേലൂർ സ്വദേശി കൂരൻ വീട്ടിൽ വർഗീസിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പകലായിരുന്നു സംഭവം. കടയുടമയും എറണാകുളം സ്വദേശിയുമായ അലക്ഷ്യക്കോടത്ത് വീട്ടിൽ മിൽട്ടനാണ് വെട്ടേറ്റത്. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ മിൽട്ടന്റെ ഉടമസ്ഥതയിലുള്ള കടമുറി വാടകയ്ക്കെടുത്ത വർഗീസ് 2 വർഷമായി റോസ് ഒപ്റ്റിക്കൽസ് എന്ന കണ്ണട വ്യാപാര സ്ഥാപനം നടത്തി വരികയായിരുന്നു. 9 മാസമായി വർഗീസ് വാടക നൽകിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ വർഗീസിന്റെ പേരിൽ കേസും നിലവിലുണ്ട്. പറഞ്ഞ അവധി കഴിഞ്ഞിട്ടും കടമുറി ഒഴിയാതിരുന്നതിനാൽ കടയുടമ മുറി മറ്റൊരു താഴിട്ട് പൂട്ടി. ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ തർക്കം വാക്കേറ്റത്തിൽ കലാശിച്ചു. ഇതിനിടെ വർഗീസ് വടിവാളെടുത്ത് മിൽട്ടനെ വെട്ടുകയായിരുന്നു. മിൽട്ടനൊപ്പം വന്ന ബന്ധു സേവ്യറിനും പരിക്കുണ്ട്. വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വർഗീസിനെ നാട്ടുകാർ വരുതിയിലാക്കി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയ ട്യൂഷൻ സെന്റർ ഉടമയും വെള്ളാഞ്ചിറ സ്വദേശിയുമായ ശരത്തിനെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ KM ബിനീഷ് അറസ്റ്റ് ചെയ്തത്. ആളൂർ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങൾ ഉണ്ട്. പരാതി അറിഞ്ഞ ഉടനെ പോലീസ് രഹസ്യമായി മഫ്തിയിൽ ഇയാളുടെ സ്ഥാപനത്തിലെത്തി കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ട്യൂഷൻ സ്ഥാപനത്തിൽ വന്നുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചു. സ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി. 2021 മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ച ഇയാൾ നഗ്ന ഫോട്ടോകൾ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് അയച്ചതായും പരാതിയുണ്ട്. ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാധവമൊത്ത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന് പരാതി നൽകി. ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. നീന്താൻ അറിയാത്ത എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുക, അതുവഴി പഞ്ചായത്തിലെ കുട്ടികൾ 100% ജലസാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കല്ലേറ്റുംകരയിലെ കേരള ഫീഡ്സിന് സമീപമുള്ള പന്തലിച്ചിറയിലാണ് പരിശീലനം നൽകിയത്. കുമ്പുടിഞ്ഞാമാക്കൽ മൂത്തേടത്ത് ഹരിലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഓണാവധി ദിവസങ്ങളിൽ 10 ദിവസം മുടങ്ങാതെ കുട്ടികൾ പരിശീലിക്കുകയും സഹായമില്ലാതെ നീന്താൻ പ്രാപ്തരാവുകയും ചെയ്തു. എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിക്കുന്നതിന് ക്രിസ്മസ് അവധിയിൽ വീണ്ടും അവസരം ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസവും പരിശീലന സമയങ്ങളിൽ കുട്ടികളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൺമുഖൻ, ഓമന എന്നിവരും പരിശീലകർക്കൊപ്പം ഉണ്ടായിരുന്നു. സമാപന യോഗത്തിൽ പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, വാർഡ് മെമ്പർമാരായ ഓമന ജോർജ്, PC ഷൺമുഖൻ, മേരി ഐസക്, TV ഷാജു, KB സുനിൽ എന്നിവർ പങ്കെടുത്തു. എല്ലാ ദിവസവും കുട്ടികൾക്ക് പാലും കോഴിമുട്ടയും നൽകി. ആശാപ്രവർത്തകരായ സന്ധ്യ സദു, വൃന്ദ അജയൻ എന്നിവർ മുടങ്ങാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി സേവനം നൽകി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. പുല്ലൂറ്റ് അലങ്കാരത്ത് പറമ്പിൽ ഷാമോൻ ചാച്ചുവിനെയാണ് തൃശൂർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തോംസൺ ജോസ് IPS 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ഉത്തരവിട്ടത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് 50ാം വാർഷികത്തിന്റെ ഭാഗമായി 3 പീടിക യൂണിറ്റും പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബും സംയുക്തമായി കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും വ്യാപാരി ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും നൽകി. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ പണ്ടാരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് MK ഇക്ബാൽ അധ്യക്ഷനായി. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മികച്ച സംഘാടക അവാർഡ് നേടിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനതല കലാ സാംസ്കാരിക വേദിയുടെ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ,
മണ്ഡലം ചെയർമാൻ പി പവിത്രൻ, കൺവീനർ സച്ചിദാനന്ദൻ, ട്രഷറർ എം പി മുബാറക് എന്നിവരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ലയൺസ് ക്ലബ് പ്രതിനിധി ജീന ചന്ദ്രൻ, എം എസ് സദൻ, വി എസ് അൻവർ, സമദ്, അബ്ദുറഹീം, കെ ബി ബീന, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ക്യാമ്പ് കോർഡിനേറ്റർ മണികണ്ഠൻ, പി സി സുബൈർ തങ്ങൾ, കെ ആർ സത്യൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി NSS കരയോഗം കുടുംബസംഗമം നടത്തി. NSS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് നന്ദകുമാർ മേനോൻ അധ്യക്ഷനായി. സോപാന സംഗീതം കലാകാരി ആശാ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി പ്രേം സുന്ദർ, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, ശ്യാംകുമാർ, കെ സുധാകരൻ നായർ, കെ പ്രസന്ന രാജു, പി ഗിരിജാ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ണല്ലൂർ ആദർശ് നഗർ റെസിഡൻസ് അസോസിയേഷൻ 10ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. മാള പോലീസ് സ്റ്റേഷൻ PRO രാജീവ് നമ്പീശൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ്മ. ഞാൻ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്, അടുത്തുള്ള ബന്ധുവിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് കൂടുതലായിട്ട് ആശ്രയിക്കുക നമ്മുടെ അയൽവാസികളെയും മറ്റുള്ളവരെയാണ്. ഇന്നത്തെ കാലത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മകളുള്ള ആളുകളെയാണ് കൂടുതൽ വേണ്ടത്. കാരണം ജനമൈത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എല്ലാവരും പണ്ട് മാവേലി നാട് വാണിരുന്ന കാലത്ത് എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, നമ്മുടെ പിതാമഹന്മാർ പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങോട്ട് നോക്കിയാൽ കുഴപ്പം, ഇങ്ങോട്ട് നോക്കിയാൽ കുഴപ്പം, ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു 10-58 കുടുംബങ്ങൾ ഈ നാട്ടിൽ ഉണ്ടെന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് EL വിൽസൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായ കേരള സംഗീത നാടക അക്കാദമി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീധരൻ വാത്യാട് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ പ്രീജ സലീം, CP രാധാകൃഷ്ണൻ, MG പീതാംബരൻ, തോമസ് കാച്ചപ്പള്ളി, ഗ്രേസി ഡേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല ഓണാഘോഷം സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് വിഷരഹിത ഓണം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ, അത് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടുകൂടി, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് ഇവിടെ നടന്നത് പെൺമയുടെ നേതൃത്വം. ഞാനത് രാവിലെ ഇതിൻ്റെ വിളവെടുപ്പ് ഉത്സവത്തിന് വന്നപ്പോൾ എത്രയോ ചേച്ചിമാർ ഏകദേശം 60 സെൻറ്റ് സ്ഥലത്ത് നന്നായി പൂക്കൾ, 117 കിലോ പൂ അല്ലേ വിളവെടുത്ത, അതിനൊത്ത പച്ചക്കറി, അങ്ങനെ ആ പ്രവർത്തനം മാത്രമല്ല, ഏതൊരു പ്രവർത്തനം, അതായത് കുട്ടികൾക്ക് വേണ്ടി ചിത്രകല ക്യാമ്പ്, അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായ ഒരു സാംസ്കാരിക പ്രവർത്തന കേന്ദ്രമായി മാറാൻ അക്ഷരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ആളുകൾ നൽകുന്ന, ഈ നാട്ടിലെ ജനങ്ങൾ ഈ അക്ഷര വായനശാല, അക്ഷര എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാത്തത് എന്നാണ്. ആ നശിക്കാത്ത ചിന്തകളുടെ, നശിക്കാത്ത നന്മയുടെ, നശിക്കാത്ത സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു മാതൃക കൂടിയാണ് അക്ഷര വായനശാല എന്ന് പറയാൻ. വായനശാല പ്രസിഡന്റ് VO വർഗീസ് അധ്യക്ഷത വഹിച്ചു. വെണ്ണൂർ സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ ജോജോ ആന്റണി തൊടുപ്പറമ്പിൽ വിശിഷ്ടാതിഥിയായിരുന്നു. CG ജിതിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ഊക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനി ആൻഡു, സുനിത സജീവൻ എന്നിവർ സംസാരിച്ചു. വടമ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം ചെയ്തു. അതാണ് ഇത് അമ്മൂമ്മമാരുടെ കാലാണ്. വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ അമ്മൂമ്മമാരെന്ന് പറയുന്നത് ആരാണെന്നറിയോ? ഒരു 45-50 വയസ്സിനിടയിലുള്ള ആളുകളാ ഈ അമ്മൂമ്മമാര്, അല്ലാതെ പ്രായമായ ആളുകളല്ല. അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. എല്ലാ കുട്ടികളെയും അവർ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുകയും മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. ടീച്ചർമാരുടെ ഓരോ പരിപാടികൾ ഉണ്ടാക്കേണ്ട വിധങ്ങൾ അവർ തന്നെയാണ് പറയുന്നത്. ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ് അവർ. ആ രീതിയിൽ പോകുമ്പോൾ
അത്തരം കുട്ടികളുടെ പരിപാടികൾ നമുക്ക് നമ്മുടെ വാർഡിനകത്ത് ഇതുപോലൊരു സ്റ്റേജ് കെട്ടി അവരെ അവതരിപ്പിക്കുക, കാണാം, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാം, നല്ല രസമുള്ള പരിപാടി. ജാതവേദൻ നമ്പൂതിരി, ആന്റണി വിൽഫ്രഡ്, ഡേവിസ് ഇടാട്ടുകാരൻ, പി രുക്മിണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ കടമുറി ഒഴിപ്പിക്കൽ തർക്കത്തിനിടെ കടയുടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ വാടകക്കാരനായ വ്യാപാരിയെ അറസ്റ്റ് ചെയ്തു. മേലൂർ കൂരൻ വീട്ടിൽ വർഗീസിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ. വെള്ളാഞ്ചിറ സ്വദേശി ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. 100% ജലസാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.